Hello guys, welcome to a new video. It's me Akhil Sadish and welcome to Akhil Sadish World. ടീം 2026 ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം ഒരുപാട് മെസ്സേജുകളാണ് നമുക്ക് വരുന്നത്. എന്താണ് ഇനി അടുത്തത് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറയാം. ഇനി വരുന്ന ലൈവ് സെഷനിലൂടെ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളും ബോധിപ്പിച്ചു തരാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ, ഉപകാരപ്പെടും. ഇപ്പോൾ മാത്രമല്ല ഇനി അങ്ങോട്ടും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഉൾപ്പെടെ. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാണുന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്. തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് DM-ൽ നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പിലൂടെയൊക്കെ നമ്മൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ റിപ്ലൈ തരുന്നതായിരിക്കും. സോ മടിക്കണ്ട, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റ് ആർക്കൊക്കെ കിട്ടിയവരാണെങ്കിൽ ജസ്റ്റ് യെസ് എന്നൊന്ന് കമന്റ് ചെയ്യുക, അല്ലാത്തവർ ജസ്റ്റ് നോ കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി കിട്ടിയവരും കിട്ടിയവരാണ് എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചു കേൾക്കുക. കിട്ടാത്തവരാണ് എങ്കിൽ വെയിറ്റ് ചെയ്യുക. കാരണം 12-ാം തീയതിക്ക് ശേഷം ഏകദേശം പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെയാണ് എന്നൊക്കെ അതിൽ കൃത്യമായിട്ട് പറയും. അപ്പോൾ ഇവിടെ നോക്കുക, പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് ആണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾ അതെല്ലാം ചെക്ക് ചെയ്ത് കാണും. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 9/7/2026, അതായത് ഇന്ന് മുതൽ 12/7/2026 വൈകുന്നേരം 4 മണിക്കകത്ത് വരെയാണ് ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക്, ഒന്നാം ഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ളതും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടയ്ക്കേണ്ടതുമായിട്ടുള്ള ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പ്രധാനമായിട്ടും നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഏത് കോളേജാണ് കിട്ടിയത്, ഏത് കാറ്റഗറിയിലാണ് കിട്ടിയത്. അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും അലോട്ട്മെന്റ് മെമ്മോ കൃത്യമായിട്ട് പ്രിന്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. അത് ഒന്നാമത്തെ കാര്യം, മറക്കരുത്. രണ്ടാമത്തത്, നിങ്ങൾ അതിൽ കാണിച്ചിട്ടുള്ള ഫീസ് എത്രയാണെന്ന് കൃത്യമായിട്ട് ഒന്ന് വെരിഫൈ ചെയ്യുക. ആ ഫീസാണ് നിങ്ങൾ ഈ പറയുന്ന ഡേറ്റിനകത്ത് നിങ്ങൾ CEF ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യേണ്ടത്. നിങ്ങൾ മൊബൈൽ വഴി തന്നെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്ഷയ സെന്ററുകൾ വഴിയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രസക്തി എന്താണ് മക്കളെ, അലോട്ട്മെന്റ് കിട്ടിയവരാണ് എങ്കിൽ ഈ ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ ഇവിടെ നോക്കുക, നിശ്ചിത സമയത്തിനകം പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് CEക്ക് ഈ ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെന്റിലും ബന്ധപ്പെട്ട സ്കീമിൽ നിലവിലുള്ള ഹയർ ഓപ്ഷനുകളും റദ്ദാക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, നിങ്ങൾ ഫീസ് അടച്ചില്ല എങ്കിൽ മുകളിലോട്ടുള്ള ഒരു ഓപ്ഷൻ, ഹയർ ഓപ്ഷൻസ് വെച്ചിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാർട്ടിസിപ്പേറ്റ് പോലും ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കിട്ടിയ അലോട്ട്മെന്റിന്റെ കൺഫർമേഷൻ ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു പേയ്മെന്റ് ചെയ്യേണ്ടത്. സോ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ നോക്കുന്ന ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടതാണ് ഈ ഒരു ഫീസ് എന്ന് പറയുന്നത്. ദെൻ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടാകും, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അവിടെ പോയി ചേരണോ വേണ്ട, അതായത് ഈ കോളേജുകൾ ഹാജരായി പ്രവേശനം നേടേണ്ടതില്ല ഈ ഘട്ടത്തിൽ. ഇത് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെന്റ് വരട്ടെ, അതിനുശേഷമാണ്. അപ്പോൾ 9/7 മുതലാണ് ഈ ഓൺലൈനായിട്ട് പേയ്മെന്റ് തുടങ്ങുന്നത്. അതിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾ എടുത്ത് വെക്കണം. അലോട്ട്മെന്റ് മെമ്മോ ഞാൻ പറഞ്ഞു, ഈ പേയ്മെന്റ് ചെയ്തിട്ട് പേയ്മെന്റ് റെസിപ്റ്റും നിങ്ങൾ എടുത്ത് വെക്കുക. ഇനി അവസാന സമയം എന്ന് പറയുന്നത് 12/7 4 മണിയാണ്. ഇതിൽ ഒരു എക്സെപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷന് കീഴിലുള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ SC, ST, OEC ഒഴികെയുള്ള വിദ്യാർത്ഥികളെ ട്യൂഷൻ ഫീസിനോടൊപ്പം 1000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ടും ഒടുക്കേണ്ടതാണ്. അപ്പോൾ അതും അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ SC, ST വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾ ഒടുക്കിയ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ, ടോക്കൺ ഫീസ് എന്നിവ കോഷൻ ഡെപ്പോസിറ്റിൽ വകയിരുത്തുന്നതാണ്. അത് അവർക്കുള്ള ഒരു എക്സെപ്ഷൻ ആണ്. അതുപോലെ തന്നെ ട്യൂഷൻ ഫീ വേവിയർ സ്കീം FW നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഇത്തരത്തിൽ കീഴിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ഉറപ്പാക്കാൻ ടോക്കൺ ഫീസായിട്ട് 500 രൂപ അടയ്ക്കണം. അത് എന്തായാലും ഈ ഫീസ് തിരികെ നൽകുന്നതാണ് എന്നും അവർ പറയുന്നുണ്ട്. സോ ജനറൽ ആയിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്തായാലും അലോട്ട്മെന്റ് മെമ്മോയിൽ കൃത്യമായിട്ട് എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്ന് കാണും. അതിനനുസരിച്ച് പേയ്മെന്റ് പ്രൊസീഡ് ചെയ്യുക, റെസിപ്റ്റ് സൂക്ഷിച്ച് വയ്ക്കുക, അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ചോ. ഓൾ ദി ബെസ്റ്റ്. കൂടുതൽ വീഡിയോകൾ ഓൺ ദ വേ ആണ്, കാത്തിരിക്കുക.